പ്രൈസല്ലോ, ഞാൻ പാസ്റ്റർ സജി പള്ളിക്കുന്ന്. ഞാനിപ്പോൾ സന്തോഷ വർത്തമാനം പറയാനാണ് ഇപ്പോഴായിരിക്കുന്നത്. എന്നാൽ അതിനു മുമ്പ് ഒരു വാക്ക് പറയട്ടെ. ഞാൻ വാട്സാപ്പ് വഴി എപ്പോഴും നിങ്ങൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ആകരുതല്ലോ. ചിലപ്പോൾ നമുക്കെപ്പോഴും അതിന് കഴിഞ്ഞെന്നും വരില്ല. അതുകൊണ്ട് യൂട്യൂബ് വഴി ആണ് ഞാൻ കൂടുതലായിട്ട് മെസ്സേജുകൾ അയക്കുന്നത്. അപ്പോൾ പ്രിയമുള്ളവർ, ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വാട്സാപ്പിൽ ഇടാതെ തന്നെ നിങ്ങൾക്ക് ആ മെസ്സേജുകൾ കിട്ടും. പലപ്പോഴും എപ്പോഴും അത് അയച്ചു തരാൻ പറ്റിയെന്ന് വരില്ല ഈ അപ്ഡേഷനുകളൊക്കെ. അതുകൊണ്ട് പ്രിയമുള്ളവർ, ആ കാര്യത്തിൽ പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്യണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ആനന്ദ് പാസ്റ്റർ മോൻ്റെ ഓപ്പറേഷൻ ഇന്നലെ കഴിഞ്ഞു. 6 മണിക്കൂർ നീണ്ട ഓപ്പറേഷനായിരുന്നു. സാമ്പത്തികം നമുക്കറിയാമല്ലോ, എല്ലാ ഓർമ്മയുണ്ടാവും. നമ്മുടെ ഗായോസിൻ്റെ ഈ മുഖത്ത് ഇങ്ങനൊന്ന് വീർത്തിരിക്കുകയായിരുന്നു. അതിനുശേഷം അവനെ ഒരാഴ്ച മുമ്പ് ആശുപത്രി കൊണ്ടുപോയി. അപ്പോൾ ഉള്ളിലൊക്കെ പഴുപ്പുണ്ടായിരുന്നു. അതിന് പല ടെസ്റ്റുകൾ പിന്നീട് അവർ നടത്തി. അങ്ങനെ നടത്തിയിട്ട് ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്ത് 6 മണിക്കൂർ നീണ്ട ഓപ്പറേഷനായിരുന്നു. ഇന്നലെയാണ് ഞാനതിൻ്റെ വീഡിയോയും കൂടെ, അതിൻ്റെ ഒരു ഫോട്ടോ കൂടെ, ഓപ്പറേഷൻ കഴിഞ്ഞ് വന്ന ഫോട്ടോയും കൂടെ ഞാൻ ഇതോട് ചേർത്ത് അയക്കുകയാണ്. അപ്പോഴേ അവൻ ഓപ്പറേഷൻ ചെയ്തിട്ട് ഉള്ളിൽ 9 ബോൾസ് ഉണ്ടായിരുന്നതിൽ 5 എണ്ണം അവർ മാറ്റി. അതിൻ്റെ കൂട്ടത്തിൽ 2 പല്ലും അവർ നീക്കം ചെയ്തു. ബാക്കി 4 ബോൾസ് കുഴപ്പമില്ല എന്നുള്ള നിലയിലാണ് അതവരകത്തിട്ടിരിക്കുന്നത്. അവൻ്റെ മുഖത്തെ പേശികളെല്ലാം നശിച്ചു പോയതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ കഴിഞ്ഞ വീടുകളിൽ. മാത്രമല്ല, അവൻ്റെ തൊണ്ടയ്ക്ക് ഈ ഭാഗത്തൊരു കുഴി ഉണ്ടായിരുന്നു. വെന്റിലേറ്ററിലിട്ടതിൻ്റെ ട്യൂബ് ഘടിപ്പിച്ച കുഴിയായിരുന്നു. അതിലും അവരൊരു ചെറിയ അതോടുകൂടി ചേർന്ന് അതിനൊരു പരിഹാരം വരുത്തിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരു മോന്, ഒരു ചെറുപ്പക്കാരൻ്റെ കുഞ്ഞിന്, അവൻ എഞ്ചിനീയറിങ്ങിന് പഠിക്കുകയാണ്. അവൻ്റെ മോനെ നമ്മൾ സഹായിച്ചത് വലിയ ഒരു സന്തോഷമായി. കാരണം കുറേ നാളുകളായിട്ട് അവൻ്റെ ഓപ്പറേഷൻ്റെ ഡേറ്റ് കഴിഞ്ഞു. അതെങ്ങനെയും റിമൂവ് ചെയ്യേണ്ടതായിരുന്നു, എടുത്തു കളയേണ്ടതായിരുന്നു. ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ള സമയമെല്ലാം കഴിഞ്ഞ് അവർക്ക് ഓപ്പറേഷന് സാമ്പത്തികമില്ലാതെ വല്ലാതെ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ആ വീഡിയോ ചെയ്യുന്നത്. പ്രിയമുള്ളവരെ സഹായിച്ചത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ്. ഞാൻ ഇപ്പോൾ താൽക്കാലികമായ ഒരു ഇപ്പോഴത്തുള്ള സ്ഥിതി അറിയിക്കുന്നു മാത്രമേ ഉള്ളൂ. പിന്നീട് നമുക്ക് ആ പാസ്റ്റർ അടുത്ത് പോയി ആ മോനെ നമുക്കൊന്ന് കണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇടാം. അതിന് സാമ്പത്തികപരമായിട്ട് സഹായിച്ച എല്ലാവർക്കും പ്രത്യേകമായി, പ്രാർത്ഥിച്ച എല്ലാവർക്കും, ഷെയർ ചെയ്ത എല്ലാവർക്കും പ്രത്യേകമായി നന്ദി അറിയിക്കുകയാണ്. 4.5 ലക്ഷം രൂപയാണ് അവന് ഓപ്പറേഷന് വേണ്ടി നമ്മൾ ഇട്ടിരുന്നത്. ഏകദേശം 4 ലക്ഷം രൂപയോളമാണ് ലഭിച്ചത് ഓപ്പറേഷന് വേണ്ടിയിട്ട്. ഏകദേശം 4 ലക്ഷം രൂപ, 4 ലക്ഷത്തിൻ്റെ കൃത്യമായ കണക്കിപ്പോഴറിയില്ല, എങ്കിൽ 4 ലക്ഷം രൂപയാണ് ലഭിച്ചിരിക്കുന്നത്. പക്ഷെ കുറച്ച് പൈസയോടെ പിന്നീട് അവർക്ക് ആവശ്യമായിട്ട് വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ശരി, പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ചെയ്ത എല്ലാവർക്കും പ്രത്യേകമായ നന്ദിയുണ്ട്. എല്ലാവർക്കും പ്രത്യേകമായ നന്ദി. തലമുറകളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും എല്ലാവരും സർവശക്തനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വഴി എത്ര കുഞ്ഞുങ്ങളുടെ ഓപ്പറേഷൻ നടക്കും. നാളെ ആൽബിൻ മോൻ്റെ ഓപ്പറേഷനാണ്. ആൽബിൻ്റെ ഓപ്പറേഷൻ നടക്കുന്നു, കാലിൻ്റെ. ആൽബിനെ എല്ലാവർക്കും അറിയാമല്ലോ. ആൽബിൻ്റെ ഓപ്പറേഷൻ നാളെ നടക്കുകയാണ്. അടുത്ത ഓപ്പറേഷൻ ആൽബിൻ്റെ എനിക്ക് തോന്നുന്നു 14ാമത്തെ ഓപ്പറേഷനായിരുന്നു. 14ാമത്തെ ഓപ്പറേഷൻ. ഈ മോൻ്റെയും 13ാമത്തെയോ 14ാമത്തെ, ഇന്നിപ്പോൾ ഓപ്പറേഷൻ ചെയ്തെന്ന് ഞാൻ പറഞ്ഞല്ലോ, മറ്റേ ഗായോസിന്, ആനന്ദ് പാസ്റ്റർ മോന്, അവനും 13ാമത്തെ ഓപ്പറേഷനായിരുന്നു ഇന്നത്തെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ അപകടങ്ങളിൽപ്പെട്ടതാണ് ഈ രണ്ട് മക്കളും എന്ന് പറയുന്നത്. ഏകദേശം 2 പേർക്കും ഒരേ പ്രായം തന്നെയാണ്, ഈ 2 കുഞ്ഞുങ്ങൾക്കും. അപ്പം അങ്ങനെ ഇത്ര പേരെ നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ അവരെ രക്ഷപ്പെടുത്തിയെടുക്കത്തക്കവണ്ണം കർത്താവ് നമ്മളെ സഹായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് ഓരോ സമയത്തുള്ള അപ്ഡേഷനുകൾ ഞാൻ അത് അറിയിക്കാം, ഓരോ സമയങ്ങൾ വരുന്നത്. ദയവായിട്ട് യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ദൈവം ധാരാളമായ നിലയിൽ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.